അജു വേൾഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് എങ്ങോട്ടാണ് അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? അപ്പോൾ ഇന്ന് ബേബിനെ കേട്ടാണ് ഞങ്ങളെ ബേബിനെ കരയിപ്പിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഇന്ന് ബേബിനെ വാക്സിന് പോളിയം വെക്കാനായിട്ട് കുത്തിവെപ്പ് വെക്കാനായിട്ട് കാർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ചിച്ചുകുട്ടി ഭയങ്കര സാഡാണ് ഗൈസ്. കാരണം സൂചി വെക്കാൻ പോവാണ്. സൂചി വെച്ച ഈ ചിറിയും കളിയൊന്നും ഉണ്ടാവില്ല ഗൈസ്. ഉറക്കത്തിൽ എണീച്ച് കൊണ്ടുവന്നതാണ്. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്ന മുന്നേ ഞങ്ങളെ ചാനൽ അപ്പോ വെള്ളിയാമ്പ്ര ഹെൽത്ത് സെന്റർ ഉണ്ട്, അവിടെയാണ് പോണത്. ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പൊ ഞങ്ങൾ നടന്നിട്ടാണ് പോണത്. അപ്പൊ നമുക്ക് പോവാം. അപ്പൊ ഉച്ച ഇങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നല്ല കട്ട വെയിലാണ് ഗൈസ്. അപ്പൊ ഞങ്ങളെ ഈ വെയിലത്ത് പോവാൻ നല്ല മടിയുണ്ട്. അപ്പൊ ഗൈസ് ഞങ്ങളെ ഈ വെള്ളിയാമ്പലം നാട്ടിന് ഇവിടെ അപ്പോൾ ഞങ്ങളെ വീട്ടിൽ നിന്ന് 50 മീറ്റർ നടന്നപ്പോഴേക്കിന് ഞങ്ങൾക്കൊരു ഓട്ടോ കിട്ടി. അപ്പം ഞങ്ങൾ ഓട്ടോയിലാണ് പോണത്. അപ്പോൾ വണ്ടി കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ നടക്കുക വിചാരിച്ച്. പിന്നെ വണ്ടി കിട്ടിയപ്പോൾ സന്തോഷമായി, വെയിലത്ത് നടക്കണ്ടല്ലോ. അപ്പോൾ ലിയ ഓട്ടോൻ്റെ തലക്കലൊക്കെ ഇരുന്നിട്ട് മെയിനായിട്ടുണ്ട്. അപ്പോൾ വെള്ളിയാമ്പ്ര അങ്ങാടിയിൽ നിന്ന് പാണ്ടിമുറ്റം റോഡിൽ തന്നെയാണ് ഹെൽത്ത് സെൻറ്റർ ഉള്ളത്. ഇപ്പോൾ പാവാണ് ചിച്ചൂസ്. അതാലോചിക്കുമ്പോഴാണ് എനിക്കും ഉമ്മച്ചിക്കൊക്കെ ഒരു ടെൻഷന്. അപ്പോൾ ഗൈസ് ഹെൽത്ത് സെൻറ്റർ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കാണ് ഗൈസ്, നല്ല റഷ് ഉണ്ട്. അപ്പോൾ നല്ല ക്യൂ ആണ്. ഞങ്ങൾ ഏറ്റവും ബാക്കിലായിരുന്നു, ഞങ്ങൾ ലാസ്റ്റ് ആയിരുന്നു. 11:30 വരാൻ പറഞ്ഞ് ഞങ്ങൾ 12 മണി ആയിട്ടുണ്ട് അവിടെ എത്തിയപ്പോൾ. അപ്പോൾ ലിയ ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുകയാണ്. അപ്പം ലിയ ഞങ്ങളെ വിളിക്കുന്നുണ്ടോ നോക്കുകയാണ്, ഞങ്ങളെ പേര് വിളിക്കുന്നുണ്ടോ നോക്കുകയാണ്. അപ്പം ഞാനും ഇങ്ങനെ നടന്നു. അപ്പം എനിക്കും ആകെ ബോറടിച്ചു. അപ്പം ഞാനിങ്ങനെ ചിച്ചൂസിനായിട്ട് ഇങ്ങനെ എടുത്ത് നടക്കുകയാണ്. ചിച്ചൂസ് കുറേ നേരം ക്യൂ നിന്നപ്പോഴത്തേക്കിന് ഓളെ ക്ഷമ മൊത്തം പോയിട്ടുണ്ട്. അപ്പോൾ ഓളെ കളിപ്പിക്കുകയാണ് ലിയ. അപ്പോൾ ചിച്ചുക്കുടിനെ കുത്തിവെച്ചൊക്കെ കഴിഞ്ഞു. കുത്തിവെപ്പിൻ്റെ വീഡിയോ അവിടെ എടുക്കാൻ പെർമിഷൻ ഇല്ല, അവിടുത്തെ സിസ്റ്റർമാരെ പെർമിഷൻ ഒന്നുമില്ല. ഉള്ളിലേക്ക് ഇത് വീഡിയോ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് നേരെ ഞങ്ങൾ തറവാട്ടിൽ പോയി. ചിച്ചുക്കുട്ടി നല്ല കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന പാടെ ഉമ്മമ്മ നല്ല ചൂടല്ല, അപ്പോൾ ഉമ്മമ്മ നല്ല തണുത്ത നാരങ്ങ വെള്ളം പഴമൊക്കെ ഞങ്ങൾക്ക് എടുത്തു തന്നു. അപ്പോൾ ലിയ നാരങ്ങ വെള്ളം കുടിക്കുകയാണ്. നമ്മളെ സ്വന്തം കമലാദേവി അമ്മ നമുക്ക് ചക്ക കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നല്ല പൗത്ത ചക്കയാണ്. അപ്പോൾ എനിക്ക് ചക്ക നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചക്ക കഴിക്കുകയാണ് ഗൈസ്. അപ്പം ചിച്ചൂസിനിപ്പോൾ വലിയ കുഴപ്പമില്ല, എന്നാലും അവൾ കളിക്കണൊക്കെ ഉണ്ട്. പിന്നെ ഇടയ്ക്ക് ഒരു കരച്ചിലുണ്ട്, അവിടെ തൊടുമ്പോഴൊക്കെ നല്ല വേദന. അപ്പോൾ ഞാൻ ചിച്ചൂസിനും ചക്ക കൊടുത്തു. അപ്പോൾ ചിച്ചൂസും ചക്ക അടിച്ച് പൊളിച്ച് കഴിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഓക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ചായ കുടിച്ചിട്ട് എൻ്റെ പപ്പ ഇവിടേക്ക് ആക്കി തന്നിരുന്നു. പപ്പ ഇങ്ങോട്ട് ആക്കി തന്നെ. അപ്പോൾ ഞാനൊന്ന് കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് പിന്നെ ചിച്ചുക്കുട്ടിക്ക് പാരസെറ്റമോൾ ടാബ്ലറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ഓളമ്മച്ചി ഉറക്കിയിരുന്നു. അപ്പോൾ ഉറങ്ങി നീച്ചപ്പോൾ ഗൈസ് നല്ല അപ്പോഴാണ് കുത്തിവെപ്പിൻ്റെ വേദന അവൾക്ക് അറിഞ്ഞത് ശരിക്കും. അപ്പോൾ അവൾ നീച്ചപാട് നല്ല കരച്ചിൽ നിർത്താതെ കരയാണ്. അപ്പോൾ ഉമ്മച്ചും ഞാനും ഒക്കെ മാറി മാറി എടുക്കുകയായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസൊന്നും നമ്മൾ കരഞ്ഞിട്ട് ബാക്കിയുള്ള വീഡിയോസൊന്നും എടുക്കാൻ തന്നെ കഴിഞ്ഞില്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചു പൊടിക്കുക. അപ്പം എല്ലാവർക്കും